ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിയായ വ്യക്തി ശുചിത്വം കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. വ്യക്തി ശുചിത്വം പാലിക്കാനായി നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വീടുകളിലെ ശുചിമുറിയായിരിക്കും. എന്നാൽ ശുചിമുറിയിൽ നാം ചെയ്യുന്ന ചെറിയ ചെറിയ ചില തെറ്റുകൾ പോലും പലപ്പോഴും രോഗങ്ങളെ വിളിച്ചു വരുത്തും. അതിലൊന്നാണ് ടോയ്ലറ്റുകൾ ശരിയായി ഉപയോഗിക്കാതിരിക്കുക എന്നത്. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം അതിൻ്റെ ലിഡ് തുറന്ന് ഫ്ലഷ് ചെയ്യുന്നത് പലരുടെയും ശീലമാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഗുരുതരമായ രോഗങ്ങളെ വിളിച്ചുവരുത്തും. ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ ഒരു ബാത്റൂമിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗവേഷകർ സൂക്ഷ്മമായി പരിശോധിച്ചു. ലിഡ് തുറന്നും അടച്ചും ഫ്ലഷ് ചെയ്യുന്നതുമായുള്ള വ്യത്യാസങ്ങൾ ഗവേഷകർ പഠനവിധേയമാക്കി. വായുവിലേക്ക് പുറപ്പെടുന്ന സൂക്ഷ്മകണികകൾ എവിടെയാണ് തങ്ങുന്നതെന്ന കണ്ടെത്തൽ ഞെട്ടൽ ഉളവാക്കുന്നതായിരുന്നെന്ന് അമേരിക്കൻ ജേണൽ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോളിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് വായുവിലൂടെ സഞ്ചരിക്കുന്ന പല ബാക്ടീരിയകളും വൈറസുകളും ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം അണുക്കൾ വായുവിലേക്ക് കടക്കും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്തത്ര സൂക്ഷ്മകണികകളാണ് പുറത്തേക്ക് തെറിക്കുന്നത്. ഈക്കോളി പോലുള്ള ബാക്ടീരിയകളും അണുക്കളും ഇതുപോലെ പുറന്തള്ളപ്പെടും. ഫ്ലഷ് ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ബാക്ടീരിയകളും വൈറസുകളും വായുവിൽ 5 അടി ഉയരത്തിലെങ്കിലും പടരുമെന്നാണ് മറ്റൊരു പഠനം പറയുന്നത്. അതായത് ഒരാളുടെ മൂക്കിനടുത്തേക്ക് ഈ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും എത്താൻ സെക്കൻഡുകൾ മതിയെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിഡ് അടച്ചു വെച്ച് ഫ്ലഷ് ചെയ്താലും വായുവിലേക്ക് രോഗാണുക്കൾ പടരുന്നതിനെ തടയാനാകില്ല എന്നതാണ്. ലിഡിനും സീറ്റിനും ചുറ്റുമുള്ള വിടവുകളിലൂടെ സൂക്ഷ്മകണികകൾ പുറത്തേക്ക് തെറിക്കും. അതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ലിഡ് അടച്ചു വെച്ച് ഫ്ലഷ് ചെയ്യുന്നതിന് പുറമെ ടോയ്ലറ്റ് സീറ്റ്, ഹാൻഡിൽ, സമീപ പ്രതലങ്ങൾ എന്നിവ പതിവായി വൃത്തിയാക്കുന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. കൂടാതെ ടോയ്ലറ്റ് സീറ്റിന് സമീപം ബ്രഷ്, തോർത്ത്, സോപ്പ് തുടങ്ങിയ വസ്തുക്കൾ വെക്കുന്നതും ഒഴിവാക്കണം. കൂടാതെ ലിഡ് താഴ്ത്തി ഫ്ലഷ് ചെയ്യുക, ടോയ്ലറ്റ് പ്രതലങ്ങൾ വൃത്തിയാക്കുക, ഉപയോഗശേഷം കൈകൾ ശരിയായി വൃത്തിയാക്കുക, ഇവയെല്ലാം ദിനചര്യയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നത് രോഗങ്ങൾ തടയാനായി സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.